നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജന. ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് എന്താണെന്നും അത് ചെയ്യേണ്ട ആവശ്യകത എന്തെന്നും നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു ഹെൽത്തി അഡൽട്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 206 ബോൺസ് ഉണ്ട്. അപ്പം ഈ ഓരോ ബോൺസിനും അതിൻ്റേതായ ധർമ്മങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബോൺസ് എല്ലാം കൂടെ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ട് നിന്നിട്ടാണ് നമുക്ക് ആ സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. ആ സ്കെൽറ്റൽ സിസ്റ്റം കൊണ്ടാണ് നമ്മൾ നേരെ നിൽക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് മൂവ്മെൻറ്റ് സാധിക്കുന്നത്, എല്ലാം ആ സ്കെൽറ്റൽ സിസ്റ്റം കൊണ്ടാണ്. ബോൺസിന് നമുക്കറിയാം എന്താണ്, ബോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ മിനറൽസിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള മിനറൽസ് കാൽഷ്യവും ഫോസ്ഫറസും ആണ്. കാൽഷ്യവും ഫോസ്ഫറസും കൂടെ ഒരു കോമ്പൗണ്ടായിട്ട് ഇൻസോൾബിൾ ആയിട്ടുള്ള ഒരു സോൾട്ടായിട്ടുള്ള ഹൈഡ്രോക്സി ആപ്പിറ്റേറ്റ് എന്നുള്ള ഒരു സോൾട്ടായിട്ടാണ് നമ്മുടെ ബോൺസിൽ കാണുന്നത്. ഇവയോടൊപ്പം തന്നെ കാർബണേറ്റ്സും ചെറിയ അമൗണ്ടിൽ മഗ്നീഷ്യവും പിന്നെ ചെറിയ അമൗണ്ടിൽ സോഡിയവും ഒക്കെ കൂടെയാണ് നമ്മുടെ ഒരു ബോണി ഫ്രെയിം വർക്കിൻ്റെ ആ ഒരു മിനറൽ കമ്പോസിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്, അതായത് ഈ മിനറൽസൊക്കെ ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ബോൺസിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി, അതായത് സാന്ദ്രത, സ്ട്രെങ്ത്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, സന്തുലിതമായ ഒരു അളവ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ചില കേസിൽ ഇതിൻ്റെ അളവിൽ വ്യതിയാനങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുകയും നമ്മുടെ ബോൺ വീക്കൻ ആകുകയും ചെയ്യുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഒരു യങ് അഡൽട്ട് എന്നുള്ളൊരു പ്രായമുണ്ടല്ലോ, ഒരു 25 വയസ്സ് 30 വയസ്സ് അതിനുള്ളിലത്തെ ഒരു സമയത്ത് നമ്മുടെ ബോണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ ബോണിൽ ഇങ്ങനെ ഒരു ലിവിങ് സെല്ലാണ് നമ്മുടെ ബോണ്. അപ്പോൾ ഒരു ലിവിങ് പ്രോസസ്സ് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ബോൺ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, കുറേ ബോൺ സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഹെൽത്തി ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ പെടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഫുഡിൽ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, അതിനോടൊപ്പം നമ്മൾ ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ബോൺസിൽ ഉള്ള ഈ മെറ്റബോളിസം നമ്മൾ പറഞ്ഞല്ലോ, കൂടുതൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ കൂടുതലും കൺസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം മിനറൽസിൻ്റെ അളവ് നമ്മുടെ ബോണിൽ എങ്ങനെയായിരിക്കും, ഹൈ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, ഡിസ്ട്രക്ഷൻസ് ഒന്നും ഇല്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ അത് കഴിഞ്ഞുള്ളൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു 30, 40 ആ ഏജ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് അല്ലേ, വലിയ ശരീരം അനങ്ങി പണികളോ കാര്യങ്ങളോ എക്സസൈസോ ഒന്നും ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലും, പിന്നെ ആഹാര കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല, ബിസി, നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ബിസി ആയിട്ട് നമ്മളങ്ങ് എൻഗേജ്ഡ് ആയിട്ട് പോകുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സ്, ബോണിൻ്റെ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സ് കൂടുകയും കൂടുതൽ മിനറലൈസേഷൻ നടക്കാതെയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ബോണിലുള്ള ഈ മിനറൽസൊക്കെ നമ്മുടെ ബോണിൽ നിന്ന് പെയ്യെ ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നോർമലായിട്ടുള്ള ആ ബോണിൻ്റെ ഡെൻസിറ്റി ഇല്ലാതാകുകയും ചെറിയ ചെറിയ പോർസ്, ചെറിയ ചെറിയ കുഴികൾ പോലെ, ഹോൾസ് പോലെ നമ്മുടെ ബോണിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ചെറിയൊരു ട്രോമ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു വീഴ്ച എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മുടെ ബോൺ ഈസിലി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള, പൊട്ടാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പറയുന്നത് ലോ ബോൺ മിനറൽ ഡെൻസിറ്റി ആണ് എന്നുള്ളൊരവസ്ഥ വരുന്നത്. ആ അവസ്ഥ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുകയാണ്, ആവശ്യമുള്ള കാൽഷ്യം സപ്ലിമെൻറ്റ്സോ എക്സസൈസോ ഒന്നും ചെയ്യാതെ അത് ഫർദർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ആ പോർസ് വലുതാകുകയും ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള ഒരു അസ്ഥി ശോഷണം എന്നുള്ള കണ്ടീഷനിലേക്ക് അത് പോകുന്നത്. അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഓസ്റ്റിയോപൊറോസിസ്. അത് മര്യാദയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ആക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ തന്നെ കൂടുതലായിട്ടും നമ്മൾ ഡയറ്റ്, എക്സസൈസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ആ സമയത്താണ് കൂടുതൽ ബോൺസ് കൺസ്ട്രക്ഷൻസ് സംഭവിക്കുന്നത്. ആ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ബോൺസെൽസ് നമ്മുടെ ശരീരത്തിൽ ഇരുന്നോളും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏജ് അഡ്വാൻസ് ആകുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ എക്സസൈസ്, അതായത് എക്സസൈസ് മെയിൻലി നമ്മൾ പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് എക്സസൈസ്, വെയ്റ്റ് ബിയറിങ് എക്സസൈസാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് വാക്കിങ്, ജോഗിങ്, സൈക്ലിങ്, ടെന്നീസ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള ഡാൻസിങ്, അങ്ങനെയൊക്കെയുള്ള എക്സസൈസാണ് നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ആക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും കുറച്ചുകൂടെ നമ്മുടെ ഏജ് അഡ്വാൻസ്ഡ് ആണെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും ഈ എക്സസൈസ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ബോണിലുള്ള ഈ മിനറൽസിൻ്റെ മെറ്റബോളിസം മര്യാദയ്ക്ക് നടന്ന് ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.